കവിയല്ലോ നീ കവിയല്ലോ. സമൂഹ ജീവിത സുന്ദര കാവ്യം സഹർഷമെഴുതും കവിയല്ലോ നീ കവിയല്ലോ. നീതിപീഠമേ പൊൻതൂലികയാൽ നീ വിരചിപ്പതു മാനവധർമ്മം മാനവധർമ്മം. ഞാനീ ഭാഗം അവതരിപ്പിച്ച് ഞങ്ങൾ കഥാപ്രസംഗകർ, കലാകാരന്മാർ ഈ സംവിധാനത്തെ, നിയമ സംവിധാനത്തെ എത്രമാത്രം ബഹുമാനത്തോടെ, എത്രമാത്രം ആദരവോടെ കാണുന്നു എന്നതിന് ഒരു ചെറിയ അംശം മാത്രമാണ്. അപ്പം നിശ്ചയമായും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാദിക്കും പ്രതിക്കും വേണ്ടി വാദിക്കുന്ന ഇരുതല മൂർച്ചയുള്ള വാളുകളുമായി നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഖഡ്ഗത്തിന് ഒരു വശത്തെ മൂർച്ച മാത്രമേ ഉള്ളൂ. അത് ശരിയുടെ വശത്തെ മൂർച്ചയാണ്. ആ മൂർച്ച തീർച്ചയായിട്ടും ഈ കോടതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, വിജിലൻസ് കോടതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. കാരണം നമുക്ക് സർക്കാരിൻ്റെ ഉത്തരവ് എന്നൊരു തടസ്സം, അതിനെ ന്യായയുക്തമായി ചോദ്യം ചെയ്യാൻ നമുക്ക് വസ്തുതകളുണ്ട്. ആദ്യം പുറപ്പെടുവിച്ച ഉത്തരവുണ്ട്. എനിക്ക് അയച്ചത് എന്നെ കേസ് പഠിപ്പിച്ചതാണ്. ആദ്യം കേസ് പഠിപ്പിക്കുന്ന ഒരുപാട് തമാശകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രേം നസീറിൻ്റെ ഒരു സിനിമയിൽ നായാട്ടിലെ ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്, പെട്ടെന്ന് ഓർത്തു പോയതാണ്. വക്കീലന്മാരെങ്ങനെയാണ് കോടതിയിൽ എന്ത് പറയണമെന്നുള്ളത് പഠിപ്പിക്കുന്നത്. എന്ത് ചോദിച്ചാലും ഉത്തരം ബബ്ബബ്ബ എന്ന് പറഞ്ഞേക്കണം. എന്താ പറയും? ബബ്ബബ്ബ. അങ്ങനെ ജഡ്ജി ചോദിച്ച ചോദ്യത്തിനെല്ലാം പ്രതി ബബ്ബബ്ബ എന്ന് പറഞ്ഞു. അവസാനം കേസ് ജയിച്ചു. ഈ വക്കീൽ വാദിച്ച് ഈ ബബ്ബബ്ബ എന്ന ഒറ്റ പ്രയോഗം കൊണ്ട് കേസ് ജയിച്ചു. അവസാനം വക്കീൽ എന്ന് അയാളോട് വക്കീൽ ഫീസ് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ബബ്ബബ്ബ. അപ്പം അങ്ങനെ രസകരമായ ഒരുപാട് തലങ്ങളിൽ ഈ വിഷയം, നിയമവിഷയം കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വക്കീലന്മാർക്ക് വേണ്ടി എല്ലാവരും ഒരുപോലെ വാദിക്കുന്ന, വിശേഷിച്ചും കൊല്ലത്തിൻ്റെ അഭിമാനബോധമുള്ള കൊല്ലം എന്ന ഈ നഗരത്തിൻ്റെ വികസനത്തിൽ അഭിമാനബോധമുള്ള എല്ലാവരും ഇതിനോടൊപ്പം അണിനിരക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇത് കൃത്യമായി ഹെഡ്ക്വാർട്ടേഴ്സിൽ, കൊല്ലത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആ കോടതി വരണം എന്ന് കൃത്യമായി കണ്ടെത്തുകയും അത് കോടതിയുടെ അഭിപ്രായമായി, മേൽക്കോടതിയുടെ അഭിപ്രായമായി അടിവരയിട്ട് സ്ട്രെസ് ചെയ്ത് പറയുകയും ചെയ്തതിന് മീതെ ഇങ്ങനെ വിരുദ്ധമായൊരു തീരുമാനം വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഡെപ്യൂട്ടി മേയർ സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമരം വിജയിക്കുക മാത്രമല്ല, ഈ ഹിഡൻ അജണ്ടയുടെ പിന്നിൽ ആര് എന്ത് എന്നത് വെളിച്ചത്ത് കൊണ്ടുവരിക കൂടി ചെയ്യും. അപ്പോൾ ഈ ധർമ്മസമരത്തിന് കൂടുതൽ പൊലിമയുണ്ടാകും. അങ്ങനെയുള്ള ഈ ധർമ്മസമരത്തിന് കൊല്ലത്ത് വിജിലൻസ് കോടതി സ്ഥാപിക്കുന്നതിന് അതിന് വേണ്ടുന്ന ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് എല്ലാ ഒത്താശയും ചെയ്യാൻ മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാം നമ്മളൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ വളരെ ശുഭപ്രതീക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു അന്തിമ തീരുമാനമാണ്. ഈ ഉത്തരവ് റദ്ദ് ചെയ്യുക തന്നെ വേണം. തീർച്ചയായും ഹൃദയപക്ഷമുള്ള സർക്കാരാണ് ഭരിക്കുന്നത് എന്ന വിശ്വാസമാണ് എന്നെപ്പോലുള്ളവർക്ക്. തീർച്ചയായിട്ടും ഹൃദയപക്ഷത്തു നിന്നുള്ള ഈ ആവശ്യം അവർ അംഗീകരിക്കും. ഈ ഉത്തരവ് പിൻവലിക്കും. ഇവിടെ വിജിലൻസ് കോടതി വരിക തന്നെ ചെയ്യും. അതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള വളരെ ശക്തമായ ഐക്യദാർഢ്യം ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.